ഐഡിയ ഒക്കെ കൊള്ളാം. തൽക്കാലം എന്റെ കൂട്ടുകാരികളുടെ മുമ്പിൽ നിർത്താൻ ഒരു ഗൾഫുകാരൻ വേണം, അല്ലെങ്കിൽ വളരെ നാണക്കേടാവും. പിന്നെ നാളെ തന്നെ ആ ചങ്കരനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. വന്നിട്ട് 2 ദിവസമായില്ലേ. പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കാന്നല്ല, മുഖത്ത് നോക്കി പറയണം. ഗൾഫിൽ കുറെ കാലം ഉണ്ടായിരുന്നു പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷേ തെണ്ടി കുത്തുപാള എടുത്തിട്ടായിരിക്കും നാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുള്ളത്. ഇനി വല്ല മോഷണ ഉദ്ദേശമായിട്ടാണ് വന്നതെന്ന് ആർക്കറിയാം. ഏയ് ശങ്കര അങ്ങനെ താളൊന്നുമല്ല. എനിക്ക് അവനെ കുട്ടിക്കാലം തൊട്ടേ അറിയാം. പ്രകാശ് ചേട്ടൻ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആളുകൾ ഇങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കരുത്. എടി, എനിക്ക് ഒരാളെ ഒറ്റ നോട്ടത്തിൽ കണ്ടാ അറിയാം അവൻ നല്ലവനാണോ പെശകാണോ എന്ന്. ഏതായാലും നേരെ ഒന്ന് വിളിക്കട്ടെ, ഞാൻ ശങ്കരനോട് സംസാരിക്കാം. നീ കിടക്കാൻ നോക്ക്. ബാ. ശ്രീകുട്ടാ, ശ്രീകുട്ടാ, ശ്രീകുട്ടാ. ശ്രീകുട്ടാ, എത്ര നാളായിട്ട് കണ്ടിട്ട്. വാ, കേറി വാ. ഇതാര് ചേച്ചി? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഡൽഹിയിലെ സുലോചന അപ്പച്ചിയുടെ ചേട്ടനില്ലേ? ചേട്ടൻ സ്റ്റേഷനിൽ പോയിരിക്കോ. ഇതാരാ? നമ്മുടെ മണിയൻ, വല്യമ്മയുടെ ഇളയ മോനാ. ഹലോ. ഹലോ. Glad to meet you. ശരി, ഈ പറഞ്ഞത് തന്നെ ഞാൻ തിരിച്ചു അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു. ചേച്ചി കണ്ടിട്ടൊരു 4 ലുക്കൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ഫിഗർ ഓക്കെ. 4 ലുക്കോ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ഡൽഹിന്ന് വരെയല്ലേ? ഇപ്പൊ ഡൽഹിന്ന് വരെയല്ലേന്ന്. അതെ. പിന്നെ ആരെങ്കിലും ചോദിച്ചാ അമേരിക്കയിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാ മതി. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അതൊക്കെ പറയാം. നീ ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറി കുളിച്ച് ഫ്രഷ് ആവ്. എന്തൊരു വാടാ, ഏത് വാടാ? നീ ഇവിടെ ഇരിക്കെ. ഇവിടെ ആരാ ചേച്ചി? അതെ, ആരാ ഇയാള്? അതെ, പ്രകാശ് ചേട്ടന് ഒരു പഴയ കൂട്ടുകാരനാ. നീ വലിയ ബഹുമാനം ഒന്നും കാണിക്കണ്ട. സാറിന്റെ ഒരു ആത്മ സുഹൃത്താ. പുണ്യപാപ ചുമടുമേന്തി ഇരുമൂടി കെട്ടുമാ. ആരാ മണിയാ ഇത്? അതെ, അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു അനന്തരവൻ. നിങ്ങൾ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തിരക്കുന്നത്? ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഇയാളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ചാ? എടാ, നീ പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വാ. ആദ്യം യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ. മോളിലാണ് കുളിമുറി. വന്നേ. അതല്ല, ഇയാളെ ഞാൻ എവിടെയോ വെച്ച്. ഇയാളതാ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ട്. ഇങ്ങോട്ട് വന്നാണ് പോലും. മോളിൽ പോയതാ. ഉച്ചയിൽ നീല പറഞ്ഞാൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പോ വെളിവ് വരും. ശങ്കര, നിനക്ക് ഇവിടെ വന്നിരുന്ന ആഹാരം കഴിച്ചൂടെ? വല്ലപ്പോഴും ഇങ്ങനെ ചമ്മളം പറഞ്ഞിരുന്ന് കഞ്ഞി കുടിക്കുന്ന നല്ല രസമാ. എന്റെ പ്രകാശേട്ടാ, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചുട്ട പപ്പടം കൂടെ കിട്ടിയിട്ട് ಖುಷಿയായിരുന്നു. അയ്യടാ, അടുപ്പുണ്ടായിരുന്നു ഞാൻ ചുട്ടു പറത്തിയേനെ. ഇരിക്കണ ഇരിപ്പ് കണ്ട. സാറേ, ഇതാണ് ഡൽഹിയിലെ സുലോചന അപ്പച്ചിയുടെ മോയ്. എന്താണെന്നറിയില്ല, സാറിനെ ഇയാൾക്ക് ഭയങ്കര പേടിയാണ്. ഡേ ശ്രീകുട്ട, കാര്യ സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ ആണെങ്കിലും വീട്ടില് ഗൗരവങ്ങളൊന്നും കാണിക്കാറില്ല. നീ പേടിക്കണ്ട. ആര് പറഞ്ഞു? എപ്പോഴാണ് എന്റെ സ്വഭാവം മാറുന്നത് എനിക്ക് തന്നെ അറിയില്ല. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. കണ്ട പ്രകാശ് ചേട്ടനെ അവന് ഭയങ്കര ബഹുമാനവും അനുസരണയുമാ. എന്നിട്ടാണോ ഞാൻ ഇരിക്കാൻ പറഞ്ഞിരിക്കാത്തത്? ഡൽഹിയിൽ സുമയ്ക്ക് ബന്ധുക്കളുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആരെയും കണ്ടിട്ടില്ല.
അതുകൊണ്ട് അവിടെ കഷ്ടം. ഡൽഹിയിലും ബോംബെയിലും ലണ്ടനിലും എന്തിന് കർണാടകയിൽ വരെ ഞങ്ങൾക്ക് ബന്ധുക്കളുണ്ട്. എല്ലാ ഹൈ ലെവൽ പാർട്ടികള്, അല്ലാതെ ഇതുപോലെ കച്ചട പാർട്ടികളല്ല. ഓ ദേ ഏതായാലും നീ വന്നത് നന്നായി. ആരെങ്കിലും ചോദിച്ചാലേ ഗൾഫിൽ നിന്ന് വന്നാന്ന് മാത്രമേ പറയാവൂ. ഈ വീട്ടിലൊരു ഗൾഫുകാരൻ വരുന്ന വിവരം ഇനി ഈ കോളനിയിൽ അറിയാൻ ആരുമില്ല. വന്നതാ ഒരു ഗൾഫ് പിച്ചക്കാരൻ. ഒന്നും അല്ലെങ്കിൽ സുമച്ചേച്ചിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഗൾഫുകാരനെ കുറിച്ച് ചോദിച്ചാ പോതരമുള്ള ഒരാളിനെ കാണിച്ചു കൊടുക്കായല്ല. ആ കഞ്ഞി കുടിച്ചോണ്ടിരുന്ന സ്പൂൺ തൊണ്ടേ കുടുങ്ങി തോന്നുന്നു. ഫ്രിഡ്ജ് കണ്ട ബാത്റൂം ആണെന്ന കരുതി കേറുന്ന പാർട്ടിയാ അതാ ആള്. പഴോ അല്ല മുരിങ്ങയ്ക്ക. മതിയാ. ഈ പ്രകാശന്റെ കൂട്ടുകാരനെ കൊണ്ട് തോറ്റു. അതെ, ആരാ ഇയാള്? അത് സാറിന്റെ ഒരു ആത്മ സുഹൃത്താ. എനിക്ക് ഇയാളെ നല്ല മുഖപരിചയം. വല്ല അമ്പലത്തിന്റെ നടയിലും പിച്ചച്ചട്ടിയായിട്ട് നിന്ന് കാണും. ഏയ് അതല്ല. ഉണ്ടായി അയാൾ കേൾക്കും. കേട്ടാ പിന്നെ അങ്ങ് വിഴുങ്ങിക്കളെ. ചേച്ചി, ഞാനിവിടെ ഏതെങ്കിലും ഹോട്ടലിൽ സ്റ്റേ ചെയ്യാം. കമ്പനി ചെലവല്ലേ? എന്തായാലും നീ ഹോട്ടലിലൊന്നും താമസിക്കണ്ട. 2 ദിവസം ഇവിടെ കഴിയാം. നീ വേഗം ചായ കുടിക്കേ. നമുക്കേ ഈ കോളനിയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടേച്ചു വരാം. വേണ്ട ചേച്ചി, ഞാനിവിടെ ഇങ്ങനെ പുറത്ത് കറങ്ങി നടക്കുന്നത് കമ്പനിയിലുള്ള ആരെങ്കിലും അറിഞ്ഞാ. അതിന് നമ്മൾ ടൗണിലേക്കല്ലല്ലോ പോകുന്നത്. ഞാൻ ആരെന്ന് നോക്കിയിട്ട് വരാം. ആരാ ചേച്ചി? കോളനിയിലെ 2-3 സ്ത്രീകളാ. അവര് ചോദിച്ചാ നീ ഖത്തറിലെ ഷേഖിന്റെ PA ആണെന്ന് ചുമ്മാ തട്ടിവിട്ടേക്കണം കേട്ടോ. അതെന്തിന്? അതൊക്കെ ഉണ്ട്. ആഹാ, ആരൊക്കെയാ ഇത്? ഞങ്ങളെ ഏലിയാമ്മയുടെ കാര്യം ദാ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു. വരൂ, വാ. വരൂ 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 വരൂ. ഇരിക്കൂ. നമസ്കാരം. ശ്രീകുട്ട, ഞാൻ പറഞ്ഞില്ലേ ഖത്തറിൽ ഒരു കമ്പനിയിൽ ജോലി നോക്കുന്ന ഏലിയാസ് എന്നൊരാളിനെ കുറിച്ച്. ഇവരുടെ ബ്രദറാ. അവൻ അവിടെ കമ്പനിയിൽ ആരുമായോ വഴക്കുണ്ടാക്കി. പാസ്പോർട്ടൊക്കെ അറബി പിടിച്ചു വെച്ചിരിക്കയാ. പാവത്തിന് നാട്ടിൽ വരാൻ ഒരു നിവർത്തിയുമില്ല. നീ ആ അറബിയെ 2 വഴക്ക് കൊടുത്തു. ഏലിയാസിന്റെ പാസ്പോർട്ട് എങ്ങനെങ്കിലും വാങ്ങിക്കൊടുക്കണം. ഞാൻ പറഞ്ഞു നോക്കാം. ചേച്ചി, ഒരു കടുംപിടുത്തക്കാരനാണ് അറബി. പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ അയാള് സമ്മതിക്കും. അല്ല, അയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ? ആ അറബിയുടെ. മുരുകേശൻ. മുരുകേശൻ എന്നാ? ദേ, ആ മുരുകേശൻ അറബിയോട് നീ കൃത്യമായിട്ട് സംസാരിക്കണം കേട്ടോ. അല്ല, അറബികൾക്ക് മുരുകേശൻ എന്നും പേരിടും. ഈ അറബി ഒരു തമിഴനാണ്. തമിഴൻ എന്ന് വെച്ചാ അമ്മ തമിഴൻ, അച്ഛൻ ഇറാഖിച്ചി. അതല്ല, അമ്മ ഇറാഖി, അച്ഛൻ തമിഴൻ. അല്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഞാനും. അതായത് തമിഴ് പറയുന്ന അറബിയെ ഞാനും ആദ്യം പാക്കല പറഞ്ഞാ നിങ്ങൾക്ക് വിശ്വാസം വരില്ല. സത്യം. എന്തായാലും ഇവളുടെ ആങ്ങളയുടെ കാര്യം ഒന്ന് സീരിയസ് ആയിട്ട് പരിഗണിക്കണം. ഓ, അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ശ്രീകുട്ടൻ ഏറ്റെന്നേ അല്ലേ ശ്രീകുട്ട? ചേച്ചിമാര് ധൈര്യമായിട്ട് പൊയ്ക്കോ. സുമേച്ചി പറഞ്ഞല്ലേ, ഞാൻ കൃത്യമായിട്ട് അറബിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം. ചായ കുടിച്ചിട്ട് പോകാൻ. ഓ, നമസ്കാരം. ശരി ശരി. അയ്യോ, പിന്നെ എങ്ങനെയുണ്ട് സംഗതി? ഏറ്റില്ലേ? അയ്യോ, നന്നായി ഏറ്റു. ആ അറബിയുടെ പേര് മുരുകേശൻ എന്ന് പറഞ്ഞപ്പോ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. എനിക്കാണെങ്കിൽ കള്ളത്തരം കാണിച്ച് ശീലമില്ല, അതുകൊണ്ട് പറ്റിപ്പോയതല്ലേ. സോറി. അയ്യോ, ഇയാളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഓർമ്മ കിട്ടുന്നില്ലല്ലോ. നീ ഇപ്പൊ അതൊന്നും ഓർത്തെടുക്കണ്ട. വാ. അതല്ലെന്ന് ചേച്ചി, എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എന്താ? എവിടെ വെച്ചായിരുന്നു? കൊള്ളാം. ഓർമ്മയുണ്ടോന്നോ?
എടാ പണ്ട് അശോക ടാക്കീസ് എന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ ഒരു കൂറ്റൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ള ഇടം. പണ്ട് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് പാടിയ പാട്ട് ഓർമ്മയുണ്ടാ? മരുതമലൈ മാമണിയേ മുരുകയ്യ ദേവരിൻ കുലം കാക്കും വേലയ്യ. ആ പാട്ടും പാലൂട്ടി വളർത്ത കിളി പഴം കൊടുത്ത് പാർത്ത കിളി ഞാൻ വളർത്ത പച്ചை കിളി നാളെ വരും കച്ചേരിക്ക് ചെല്ലമ്മ ചെല്ലമ്മ. ആ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്റെ ദിവാകരാ, നാട്ടിൻപുറത്തിന്റെ ദൃശ്യങ്ങൾ എന്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ആറും അമ്പലവും കാവും അമ്പലക്കുളവും പഴയ കൂട്ടുകാരും എല്ലാം. പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഫോൺ വിളി അല്പം കൂടുന്നുണ്ട്. ഈ മാസത്തെ ഫോൺ ബില്ല് വരുമ്പോ അറിയാം. കറണ്ടും അതുപോലെ തന്നെ. മുറിയിൽ വെളുക്കുന്നത് വരെ ലൈറ്റും ഫാനും കാണും. ഒരു മാസം കൂടി അയാൾ ഇവിടെ നിന്നാലേ കുടുംബം വെളുക്കും. പരിഹാരം ഉണ്ടാക്കാം. ദേ, ഉണ്ടാക്കാമെന്നല്ല, ഉണ്ടാക്കണം. അയാളോട് ഇറങ്ങി പോവാൻ പറ. ഞാൻ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദേ, പ്രകാശേട്ടൻ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്, അല്ലാതെ അയാളുടെ പഴയ കളിക്കൂട്ടുകാരനൊന്നുമല്ല. അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പ്ലീസ്. എവിടെ അവൻ? എടാ ശരി ഞാനേ ഉച്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കാം. പിന്നെ സതീഷിനെ പിള്ളേരെ എന്റെ സ്നേഹാന്വേഷണം ഒന്ന് അറിയിച്ചേക്കണേ. ശങ്കരൻ ഫോൺ ചെയ്യായിരിക്കും. അത് കണ്ടാൽ അറിഞ്ഞൂടെ? നിന്റെ വിളി കേട്ടിട്ട് ഞാൻ പേടിച്ചു പോയി. ഞാൻ നിന്നെ മനഃപൂർവ്വം പേടിപ്പിച്ചതല്ലേ? പിന്നെ എത്ര നാളായി ഇതുപോലെ നിന്നെ ഞാൻ ഒന്ന് പേടിപ്പിച്ചിട്ട്? ഞാൻ പിന്നെ വിളിക്കാം. അല്ല, എവിടെ വിളിച്ചത്? ജമ്മുലാര്? ചേടാ, നീ അറിയില്ലേ? നമ്മുടെ ശിവാനന്ദനെ വിളിച്ചതാ. ശിവാനന്ദനോ? എനിക്ക് മനസ്സിലായി ശിവാനന്ദൻ. നീ വാ, നമുക്ക് കാപ്പി കുടിക്കാം. വാ. എടാ, ഞാൻ കാപ്പി കുടിച്ചതാ. അത് സാരല്ല, എന്റെ ഇവിടെ നിന്ന് ഒന്നുകൂടെ കുടിക്കാം. അല്ല, അതൊക്കെ പോട്ടെ. നിന്റെ അടുത്ത പരിപാടി എന്താണ്? കുറച്ചു ദിവസം ഇവിടെ താമസിച്ച് നിനക്ക് മടുത്ത് കാണുന്ന എനിക്കറിയാം. ആര് പറഞ്ഞു? എടാ, എന്റെ കൂട്ടുകാരന്റെ കൂടെ ഒന്നല്ല, ഒരു 2 മാസം കൂടെ താമസിച്ചാലും എനിക്ക് മടുക്കില്ല. പിന്നെ നീ ഇവിടെ ഇരുന്ന് ശരിക്കും ബോറടിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാല്ല. അതെ, നിനക്ക് തോന്നുന്നതല്ല. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ബോറടിക്കുന്നവരെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിനക്ക് എന്താണ് പ്രകാശ ബോറടി? എനിക്കിതുവരെ ബീറടി അല്ല ബോറടി ഫീൽ ചെയ്തിട്ടില്ല. എന്നാൽ നിനക്ക് നാളെ മുതൽ ബോറടി അനുഭവപ്പെടും. നാളെ മുതൽ ഞങ്ങൾ ഇവിടെ കാണത്തില്ല. എവിടെ പോകുന്നു? നാളെ മുതൽ എന്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണമാണ്. നാളെ മുതലാ? ഇതെന്താ കല്യാണ പരമ്പരയാ? ബ്രാഹ്മിൺസ്. കല്യാണത്തിന് പോയാലും നീ മടങ്ങി വരുമല്ലോ. നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ കാണും. എടാ, വീട്ടിൽ ആരെങ്കിലും വേണ്ടേ? എല്ലാരും ഇറങ്ങിപ്പോയാൽ എങ്ങനെയാ? അത് വേണം. അത് ശരിയല്ലേ? അത് ശരിയാണ്. സുമേ, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമോ അതോ കാർത്തികപ്പള്ളി പോയിട്ട് വരുമോ? കാർത്തികപ്പള്ളിയിലേക്കോ? കാർത്തികപ്പള്ളിയിൽ ആയിരിക്കുന്നു? കാർത്തികപ്പള്ളി നിന്റെ അച്ഛന്റെ ചേട്ടന്റെ ഷഷ്ടിപൂർത്തിക്ക് പോണെന്ന് കുറെ നാളായിട്ട് പറയുന്നില്ലേ? ഓ, അയ്യോ, ഞാനതങ്ങ് മറന്നു. നിനക്ക് പിന്നെ എന്തോന്ന് ഓർമ്മയിരിക്കുന്നു. ഇവളുടെ വലിയച്ഛന്റെ വീട്ടിൽ പോയാൽ ഞങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞ് വരും. ആ, അതെ, ചിലപ്പോ 1 മാസം വരെ താമസിച്ചിരിക്കും. അങ്ങനെയാണെങ്കിലേ ശങ്കരൻ നാളെ തന്നെ അങ്ങ് കിട്ടും. അതെ, നമുക്ക് സൗകര്യമായിട്ട് പിന്നെ ഒരിക്കൽ കൂടാ. അങ്ങനെയെങ്കിൽ ഞാൻ നാളെ രാവിലെ തന്നെ പോകാം. ശങ്കറിന് വണ്ടിക്കൂലിക്ക് കാശ് വേണ്ടേ? വേണ്ട. അത് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഇതിരിക്കട്ടെ, 100 രൂപയുള്ളൂ. 100 എന്ന് പറഞ്ഞാൽ അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല. പിന്നെ രാവിലെ 6:10 ഒരു ബസ് ഉണ്ട്. ഞാൻ ഇന്ന് വരുമ്പോ കുറച്ച് ലേറ്റ് ആയിരിക്കും. ചിലപ്പോ നമ്മൾ തമ്മിൽ കാണാൻ പറ്റിയില്ലെങ്കിലോ? കേട്ടോ, എല്ലാം പാക്ക് ചെയ്തോ. പിന്നെ ശ്രീകുട്ടൻ മോളിലുണ്ടോ? ആ, ഉണ്ടല്ലോ. അപ്പൊ ശ്രീകുട്ടൻ്റെ അടുത്ത് പറയണം നാളെ മുതൽ നമ്മളിവിടെ കാണില്ലെന്ന്. CBI വന്നിരിക്കുന്നല്ലോ. You go the right side, you go the left side. Come on, search.
വി ആർ ഫ്രം CBI. എന്താണ് പ്രശ്നം? ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. അതിനെന്താ, അകത്തേക്ക് വരൂ. കമോൺ. സാർ, എന്തിനാണ് ഈ സെർച്ച്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് വെച്ചാ ഇറ്റ്സ് ഷെയിം. സാർ, സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചാ? കമോൺ സെർച്ച്. പ്രകാശ് ചേട്ടാ, ആ ശങ്കരൻ കൊള്ളക്കാരനായിരിക്കോ? അങ്ങനെയാണെന്ന് എനിക്കും തോന്നുന്നത്. എന്റെ ഈശ്വര, നടക്കണ. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഇയാളെ തപ്പി നടക്കായിരുന്നു. അപ്പോഴാണ് ഇയാൾ കേരളത്തിലേക്ക് കടന്നത്. സർക്കിൾ ഇൻസ്പെക്ടറുടെ വീട്ടിലാവുമ്പോ വേറെ ആരും സംശയിക്കില്ലല്ലോ. സാറേ, എനിക്കിതൊന്നും അറിയാൻ വയ്യായിരുന്നു. വൈഫിന്റെ ബന്ധു എന്നുള്ള രീതിയിൽ അതൊക്കെ പ്രകാശ് കുമാർ കോടതി പറഞ്ഞാൽ മതി. കുറ്റവാളിയെ സംരക്ഷിക്കുന്ന ആളും കുറ്റക്കാരനാണെന്ന് ഞാൻ പറയാതെ തന്നെ മിസ്റ്റർ പ്രകാശ് കുമാറിനെ അറിയാലോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാം. ശരി, ആ, ഞാൻ നടക്ക്. സ്റ്റേഷനിലേക്ക് വരാം. ശങ്കർദാസ് സാറല്ലേ? അതെ. സാർ ഇവിടെ? വാട്ട് എ സർപ്രൈസ്. ഈ വേഷത്തിൽ സാറിനെ ഇവിടെ കണ്ടപ്പോ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. കോടീശ്വരനായ ശങ്കർദാസ് സാറിനെ ഇങ്ങനെ ഒരു വേഷത്തിൽ കണ്ട ആർക്കാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുക? അല്ല, സാർ ഇവിടെ എങ്ങനെ എത്തി? കൃഷ്ണമൂർത്തി, പ്രകാശ് കുമാർ എന്റെ സഹപാഠിയാണ്. കൂടെ പഠിച്ചിരുന്ന പഴയ സുഹൃത്തുക്കളുടെ കൂടെ അവർക്കൊപ്പം ഒരു 4-5 ദിവസം ഇങ്ങനെ ചെലവഴിക്കുക, ഒരു സാധാരണക്കാരനായി ജീവിക്കുക, അതെന്റെ ഒരു ശീലമാണ്. പൊതുവെ പബ്ലിസിറ്റിയിൽ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് എന്നെ ആരും തിരിച്ചറിയത്തുമില്ല. പ്രകാശ് കുമാർ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. സുമയുടെ ബന്ധുവായ ഇയാൾക്ക് ഇങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവം ഉള്ളതായി പ്രകാശ് കുമാർ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. സത്യം, 4-5 ദിവസം ഞാൻ ഈ വീട്ടിലുണ്ടായിട്ടും ശരിക്കും പറഞ്ഞാൽ കൃഷ്ണമൂർത്തി പറഞ്ഞിട്ടാണ് ഞാൻ ശങ്കർദാസ് ആണെന്ന് ഇവൻ അറിയുന്നത്. സാർ, ഈ ഒരു കേസിൽ സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ് കുമാറിനെ കുറ്റക്കാരനായിട്ട് കാണരുത്. ഇല്ല സാർ, ബട്ട് കേസിന്റെ ഫോർമാലിറ്റീസിൽ നിന്ന് മിസ്റ്റർ പ്രകാശ് കുമാറിനെ ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. സോറി മിസ്റ്റർ പ്രകാശ് കുമാർ. ഇറ്റ്സ് ഓക്കെ. നടക്കാം. നടക്കടാ അങ്ങോട്ട്. നടക്ക്. ശങ്കര, ശങ്കര, പ്രകാശ, ക്ഷമ ചോദിക്കേണ്ട ഞങ്ങളാണ്. പക്ഷെ മുന്നിൽ നിൽക്കുന്നത് കോടീശ്വരനായ ശങ്കർദാസാണെന്ന് അറിയുമ്പോൾ പ്രകാശ, ഞാൻ ഇവിടുന്ന് സാധാരണ ശങ്കരനായിട്ട് തന്നെ പോകാനാണ് മനസ്സിൽ കരുതിയിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പഴയ സുഹൃത്തിനെ സത്യത്തിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടി അല്ല, ഞങ്ങൾ ഒരുപാട് കള്ളങ്ങൾ പറയുകയും ചെയ്തു. അതൊന്നും സാരമില്ലെന്നേ. ആ, പിന്നെ നിങ്ങൾ 2 ആളും സമയം കിട്ടുമ്പോൾ ഡൽഹിയിലേക്ക് വരണം. എന്റെ പ്രിയപ്പെട്ട അതിഥികളായി. തീർച്ചയായിട്ടും വരാം. വെറുതെ ചാട കാണിക്കാൻ വേണ്ടി ഞാനാ ഇതൊക്കെ. ഏതായാലും ഒരു കാര്യം ശങ്കര ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നു. ഒരാളുടെ മഹത്വം മനസ്സിലാക്കുന്നത് അയാളുടെ പുറം മോടി കണ്ടിട്ടാവരുത്. ഞാൻ വരും പ്രകാശ,
നമ്മുടെ നാടും പഴയ കൂട്ടുകാരെയൊക്കെ കാണാൻ ഇനിയും ഞാൻ വരും. ആ ശങ്കർദാസ് ആയിട്ടല്ല, ഇതുപോലെ പാവം ശങ്കരനായിട്ട്.